നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം 60 കൊല്ലമായിട്ട്, ഏത് 6 പതിറ്റാണ്ടായിട്ട് വേൾഡ് കപ്പിൽ ഒരു മെഡൽ പോലും നേടിയിട്ടില്ലാത്ത അവരാണ്. ഏ ഞങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് 3 മെഡലുണ്ട് വേൾഡ് കപ്പിൽ. ക്രൊയേഷ്യയുടെ കോച്ച് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. സ്ലാറ്റ്കോ ഡാലിച്ച് ഇംഗ്ലണ്ടിനെതിരെയാണ് ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിലാണ് അവരുടെ ആദ്യ മത്സരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ആദ്യ മത്സരം, ക്രൊയേഷ്യയുടെ ആദ്യ മത്സരം. ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്നതാണ്. ജൂൺ 17 രാത്രിയിൽ ഇന്ത്യൻ സമയം പറഞ്ഞ ജൂൺ 18 പുലർച്ചെ 1:30 ആ സൂപ്പർ പോരാട്ടം നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് റിവൽറിയുടെ ഒരു ചുവയുള്ള വാക്കുകൾ. വെറുതെ വന്നതല്ല കേട്ടോ, അത് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. 40 വയസ്സിന് മുകളിലുള്ള ലൂക്ക മോഡ്രിച്ചാണ് ക്രൊയേഷ്യയുടെ മെയിൻ താരം. അത് തന്നെ ടീമിൻ്റെ ഒരു ഡ്രോബാക്കാണ്, ടീമിൻ്റെ വീക്ക് പോയിൻ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ദി ഗാർഡിയൻ അങ്ങനെ ചോദിച്ചു. അങ്ങനെ അവർ ഒരു പ്രസിദ്ധീകരണം നടത്തുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ കോച്ച് സ്ലാറ്റ്കോ ഡാലിച്ച് ഈ രൂപത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹത്തോട് ചോദിക്കുന്നു, 40 വയസ്സായി ലൂക്ക മോഡ്രിച്ചിന്, 40 വയസ്സ് കഴിഞ്ഞു, ഈ ഓൾഡ് ഗാർഡിന് സ്റ്റിൽ ജോബ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ ദി ഓൾഡ് ഗാർഡ് സ്റ്റിൽ ഗെറ്റ് ദി ജോബ് ഡൺ എന്നാണ് ചോദിച്ചത് ഗാർഡിയൻ. അതായത് ക്രൊയേഷ്യ ഇപ്പോൾ അവരുടെ സന്നാഹ മത്സരമൊക്കെ കഴിഞ്ഞ് വേൾഡ് കപ്പിന് പറക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിലുള്ള പത്രസമ്മേളനത്തിലാണ് കോച്ചിനോട് ഈ ചോദ്യം. സ്ലാറ്റ്കോ ഡാലിച്ചിൻ്റെ മറുപടി കേൾക്കണം. അദ്ദേഹം പറയുന്നു, 2018 മുതൽ അവർ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് പ്രായം കൂടിയ കളിക്കാരാണ്, പ്രായം കൂടിയവരാണ്. എന്നാലോ ഈ കാലയളവിൽ ഏറ്റവും അധികം വേൾഡ് കപ്പ് മെഡലുകൾ നേടിയ ടീമുകളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ. ഇംഗ്ലണ്ടോ 60 കൊല്ലക്കാലമായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് 3 എണ്ണമുണ്ട്. അപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2018 2ാം സ്ഥാനം ഉണ്ടായിരുന്നു മെഡൽ. അതായത് മെഡലിനാണ് അദ്ദേഹം പറയുന്നത്, കപ്പ് കിട്ടിയെന്നല്ല. 2018 റണ്ണറപ്പായി, അപ്പോൾ ഒരു മെഡൽ. 2022 ടീം 3rd പ്ലേസിലെത്തുന്നു, മെഡൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ 3ാം സ്ഥാനത്ത് ക്രൊയേഷ്യയാണ്. 1998 അവർ 3ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഈ കാലയളവിൽ മൂന്ന് വേൾഡ് കപ്പ് മെഡലുള്ള ഞങ്ങളോടാണ് കഴിഞ്ഞ 60 കൊല്ലക്കാലമായിട്ട് ഒന്നുമില്ലാത്ത ഇംഗ്ലണ്ടുകാർ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞു വരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയുടെ സാരാംശം. അതാണ്. ഏതായാലും ഇംഗ്ലണ്ട് ഈ പറഞ്ഞ കാലയളവിൽ ആകെ നേടിയ ഉയർന്ന നേട്ടം എന്ന് പറഞ്ഞാൽ 2018 4ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ്. അപ്പോൾ ക്രൊയേഷ്യയോട് തോറ്റിട്ടാണെന്ന് അവർ വേൾഡ് കപ്പ് ഒന്ന് പുറത്താകുന്നുള്ളത് കൂടി ഒന്ന് ഓർത്താൽ നല്ലത്. ഡാലിച്ച് പറയുകയാണ്, എല്ലായ്പ്പോഴും അവർ ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്, ഞങ്ങൾ ഓൾഡാണ്, ഞങ്ങൾ ഒന്നിനും പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിലാണെന്നൊക്കെ. പക്ഷേ 8 കൊല്ലക്കാലം ഞങ്ങൾ സർവൈവ് ചെയ്തു. ഞങ്ങൾ വളരെ ക്വാളിറ്റിയുള്ള വർക്ക്, സ്കില്ല്, ടാക്ടിക്സ് ഒക്കെ പുറത്തെടുത്തു. സോ ഈ എക്സലൻസ് ഉണ്ടാക്കുക എന്നതിനുപരി അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ വേൾഡ് കപ്പിന് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, അംബീഷൻസ് ഉണ്ട്. എന്നാൽ എനിക്ക് വലിയ പ്രഷറൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം 2 വേൾഡ് കപ്പ് മെഡൽസ് ഇപ്പോൾ നേടിയല്ലോ. സോ ദർ ഈസ് നോ പ്രഷർ. ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. വി ആർ ഗോയിങ് ടു ദി വേൾഡ് കപ്പ് ടു പ്ലേ വെൽ ആൻഡ് റെപ്രസെൻറ്റ് ക്രൊയേഷ്യ ഇൻ ദി ബെസ്റ്റ് വേ പോസിബിൾ എന്നുകൂടി അദ്ദേഹം പറയുന്നു. അവിടെ നമുക്കറിയാം, അപ്പോൾ ഈ ആദ്യ മത്സരം തന്നെ നല്ല കടുത്ത പോരാട്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഈ വേൾഡ് കപ്പിൽ ഞങ്ങൾക്ക് ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് തുടക്കത്തിലുള്ളത് ഇംഗ്ലണ്ടിനെതിരെ. ഫസ്റ്റ് മാച്ച് അത് കളിയുടെ ഒരു ടോണ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ ഗ്രേറ്റ് ഓപ്പണൻസിനെതിരെ നേരിടുന്നു. ഇംഗ്ലീഷ് ടീം എല്ലായ്പ്പോഴും ടോപ്പിലെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്, എന്നിട്ട് പരാജയപ്പെടുന്നവരാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ദി ഇംഗ്ലീഷ് ഹാവ് ബീൻ ട്രൈയിങ് ടു റീച്ച് ദി ടോപ്പ് ഫോർ മെനി ഇയേഴ്സ് ബട്ട് ആർ ഫെയിലിംഗ്. അതാണ് അവരുടെ സ്ഥിതി. അവർക്കൊരു പുതിയ കോച്ചുണ്ട്, പുതിയ സ്ട്രാറ്റജി ഉണ്ട്, പക്ഷെ ഞങ്ങളവരെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി അറിയാം എൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എന്താണെന്നുള്ളത്. എനിക്ക് ഓൾറെഡി അറിയാം, ഞാൻ പ്രിപ്പയർഡാണ്. തീർച്ചയായിട്ടും. പിന്നെ ഫ്രണ്ട്ലീസ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം തരും.
നമുക്ക് ആരെയും ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നുകൂടി കോച്ച് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്രൊയേഷ്യ എന്ന് പറഞ്ഞാൽ മാർച്ചിൽ 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ചു. ഒന്ന് കൊളംബിയക്കെതിരെയായിരുന്നു. അവർ കൊളംബിയയെ 2-1 തോൽപ്പിച്ചിരുന്നു. പിന്നെ ബ്രസീലിനോട് 3-1 തോറ്റിരുന്നു. പിന്നെ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള മത്സരങ്ങൾ ആദ്യം ബെൽജിയത്തോട് 2-0 തോറ്റു. പക്ഷേ സ്ലൊവേനിയക്കെതിരെ 2-1 വിജയം ഇപ്പോൾ അവർ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ടോപ്പ് ഫോം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇംഗ്ലണ്ടിനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള ടീം ക്രൊയേഷ്യക്ക് ഉണ്ടോ? അല്ലാതെ വയസ്സും പെടാതെ നമുക്ക് പറയേണ്ട കാര്യമുണ്ടോ അതും ലൂക്കാ മോഡ്രിച്ചിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ഫ്ലക്സിൽ എത്താം.